സൈഫ് സൈനുൽ ആബ്ദീൻ നമ്മോടൊപ്പം ഉണ്ട്. സൈഫ്, അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ മതനേതാക്കളുടെ കന്റോൺമെന്റ് ഹൗസിലേക്കുള്ള വരവും അനുഗ്രഹാശിസുകൾ നേരലുമൊക്കെ. എന്തായാലും ആ ഒരു കൂടിക്കാഴ്ച എത്ര സമയം നീണ്ടു? അതിനുശേഷം അവരുടെ വാക്കുകൾ എങ്ങനെ കാണാം? ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ പോലെ തന്നെ തലസ്ഥാന നഗരിയുടെ ഒരു മുഖമാണ്, ഒരു മത സാമുദായിക സൗഹൃദത്തിന്റെ മുഖമാണ് ഈ വന്ന ആൾക്കാരെല്ലാവരും. വളയമയമായാലും അതിന് കൂടെ വന്ന അച്ഛനായാലും അതുപോലെ തന്നെ ഗുരുരത്നം ജ്ഞാനതപസി ആയാലും ഇവരെല്ലാവരും നമ്മൾ എല്ലാ പരിപാടികൾക്കും സാംസ്കാരിക പരിപാടികൾക്കും മുന്നിൽ കാണുന്ന ആൾക്കാരാണ്. എന്ത് വിഷയമുണ്ടായാലും അത് മതസൗഹാർദ്ദത്തിന് വേണ്ടി ഇടപെടുന്ന അങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുക്കുന്ന മുഖമാണ്. അവരാണ് കാണാൻ വേണ്ടി വി ഡി സതീശനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത്. അത് യാദൃച്ഛികമായിട്ടുണ്ടായതല്ല, നേരത്തെ അനുമതി വാങ്ങി ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വന്ന് കണ്ടതാണ്. കണ്ട ശേഷം അവരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും അത് വരും കാലങ്ങളിലും ഇപ്പോൾ പിണറായി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തായാലും ഇവരും എല്ലാ പരിപാടികളിലും ഇപ്പോൾ ഈ ഇഫ്താറുമായി ബന്ധപ്പെട്ട പരിപാടികളാണെങ്കിലും ഈസ്റ്ററുമായി ബന്ധപ്പെട്ട പരിപാടികളാണെങ്കിലും മുഖ്യമന്ത്രി വിളിക്കുന്ന ഏത് വിരുന്നിലായാലും ഈ മുഖങ്ങളെയെല്ലാം നമുക്കങ്ങനെ കാണാൻ കഴിയും. അങ്ങനെ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു മുഖങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. അത് സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അതിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്ന് ആ സന്തോഷം അവർ പങ്കുവെച്ചതാണ്. യെസ്, ഒപ്പം തന്നെ ഈ കാറ് മാറ്റുന്നതിനെ കുറിച്ചും ഒപ്പം അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ എണ്ണം കുറയ്ക്കുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു വി ഡി സതീശൻ അവസാനം. അപ്പോൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ സംസ്ഥാനം കടന്നു പോവുകയാണ്, വലിയ ആർഭാടം വേണ്ട എന്നതാണ് അദ്ദേഹത്തിന്റെ ലൈൻ എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഈ യാത്രയിലേക്ക് ഒരു ശൈലി മാറ്റം കൂടി പ്രഖ്യാപിക്കുകയാണോ സതീശൻ? അതെ, അത് ഉച്ചയ്ക്ക് തന്നെ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരോട് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർ ADGPമാർ അടക്കമുള്ളവർ ഇവിടെ വന്ന് വി ഡി സതീശനെ കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം നൽകിയ നിർദ്ദേശമാണ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശമാണ്, ജനങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ബ്ലോക്ക് തൻ്റെ വാഹനം കടന്നു പോകാൻ വേണ്ടി മറ്റുള്ള ജനങ്ങളുടെ വാഹനം ബ്ലോക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ എസ്കോർട്ടും പൈലറ്റും ഒഴികെയുള്ള വാഹനങ്ങൾ വേണ്ട. അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എസ്കോർട്ടും വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഓരോ കാറ്റഗറി സുരക്ഷയുണ്ട്. ആ കാറ്റഗറി സുരക്ഷയിൽ ചില കാര്യങ്ങൾ നിർബന്ധമായി പാലിക്കപ്പെടേണ്ടതുണ്ട്. പോലീസിന് ആ സുരക്ഷയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പോലീസ് അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് കർശനമായി തന്നെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുണ്ടാകും. പിന്നീട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ ഉപയോഗിച്ച് പോരുന്ന വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹം അങ്ങനെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3-4 വാഹനങ്ങൾ ഉണ്ടാകും. ഫ്രണ്ടിലും പുറകിലും പോലീസിന്റെ എസ്കോർട്ടും പൈലറ്റും ഉണ്ടാകും. അതിനൊപ്പം തന്നെ കൂടുതൽ വാഹനങ്ങൾ ആ വാഹന വ്യൂഹത്തിൽ വേണ്ടതില്ല. അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തൻ്റെ വാഹനം കടന്നു പോകുമ്പോൾ ബ്ലോക്ക് വേണ്ട, ബ്ലോക്ക് ചെയ്തിട്ട് തൻ്റെ വാഹനത്തെ കടത്തിവിടേണ്ടതില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ്. അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇന്ന് ഒരുപാടിടത്ത് അദ്ദേഹം യാത്ര ചെയ്തപ്പോഴും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുപാട് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷവും അങ്ങനെ മതി എന്നുള്ള തീരുമാനമാണ് വി ഡി സതീശൻ നിലവിലെടുത്തിരിക്കുന്നത്. യെസ്, അപ്പോൾ വാഹന വ്യൂഹത്തിന്റെ നീളം കുറക്കും. ഏറ്റവും മിനിമം Z+ കാറ്റഗറിയിലുള്ള സുരക്ഷയാണ്, പക്ഷെ അതിന്റെ ഏറ്റവും മിനിമം മതി എന്നുള്ളതാണ് അദ്ദേഹം DGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ കാര്യത്തിലടക്കം പുതിയ ശൈലി മാറ്റം പ്രഖ്യാപിക്കുകയാണ്. വി ഡി സതീശൻ നേരത്തെ പ്രതികരിച്ചതനുസരിച്ച് താൻ കടന്നു പോകുമ്പോൾ തനിക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടരുത് എന്നൊരു ലൈനാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. പക്ഷേ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്തിൽ അത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം. നമ്മൾ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊരു വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആ അനുനയം അദ്ദേഹം വഴങ്ങിയത്, അദ്ദേഹത്തെ മെരുക്കിയത് ഏത് ഫോർമുലയുടെ ഏത് പാക്കേജിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതും കൂടി അറിയണം. കാരണം ആഭ്യന്തര വകുപ്പ് അല്ലാത്ത മറ്റൊരു വകുപ്പും തനിക്ക് വേണ്ട എന്ന നിലപാട്, കടുത്ത നിലപാട് നേരത്തെ അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെയെങ്കിൽ ആഭ്യന്തരം കൊടുക്കാം എന്നിപ്പോൾ അദ്ദേഹത്തോട് സമ്മതിച്ചിട്ടുണ്ടോ ഹൈക്കമാൻഡ് എന്നതറിയണം. അങ്ങനെയെങ്കിൽ വി ഡി സതീശൻ കുറേയധികം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതിന് അദ്ദേഹം ഒരുക്കമാണോ എന്നതറിയണം.